So, in the checkout Honor and the brand in the Honor X50 on the smartphone. So, video continue subscribe must be like so first start in the display like 6.78 inches in the AMOLED screen on your smartphone at use it. That's why 120 Hz in the refresh rate support 1220 into 2400 and a pixels resolution. That's why 397 ppi density display support 91.2% on screen to body ratio in the use it. That's why smartphone top center 16 megapixel selfie camera provide ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്യാമറയ്ക്കകത്ത് ചിലപ്പോൾ ഓട്ടോ ഫോക്കസിന്റെ ഫീച്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആകും. അതുപോലെ തന്നെ ഈ ക്യാമറ യൂസ് ചെയ്ത് 1080p നമുക്ക് 30 fps റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാൻ പോകുന്നതിന്റെ മെയിൻ ക്യാമറയാണ്. ഡുവൽ ക്യാമറ സെറ്റപ്പിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് 108 മെഗാപിക്സലിന്റെ മെയിൻ സെൻസർ ആണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ OIS എന്ന ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആകും. രണ്ടാമതായിട്ട് ലാസ്റ്റ് ആയിട്ട് 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസർ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഒരു LED ഫ്ലാഷ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിംഗ് സെറ്റപ്പിലാണ് ഈ ഒരു ക്യാമറ സെറ്റപ്പ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മെയിൻ ക്യാമറ യൂസ് ചെയ്ത് 4K 30 fps 1080p അല്ലെങ്കിൽ HD വീഡിയോസ് നമുക്ക് 30 അല്ലെങ്കിൽ 60 fps റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നെക്സ്റ്റ് ആയിട്ട് ഈ സ്മാർട്ട് ഫോണിന്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് വരുവാണെങ്കിൽ 3.5mm ഓഡിയോ ജാക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു 5G ഫോൺ ആണ്. അതുകൊണ്ട് തന്നെ NFC അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് ആയിട്ട് ഇതിന്റെ മെയിൻ പാർട്ട് ആയിട്ടുള്ള പ്രൊസസർ പാർട്ടിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ഇപ്പൊ തന്നെ മസ്റ്റ് ബി ലൈക്ക് ചെയ്യുക. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സ്നാപ്ഡ്രാഗന്റെ 6th Gen 1 എന്ന പുതിയൊരു ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണത്. അതുപോലെ തന്നെ 4nm ഫാബ്രിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒക്ടാകോർ CPU ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ Adreno 710 ആണ് GPU പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഫോൺ ഇറങ്ങുന്ന സമയത്ത് ആൻഡ്രോയിഡിന്റെ വെർഷൻ 13 ആയിരിക്കും OS ആയിട്ട് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ മാജിക് UI 7.1 ആണ് UI ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. സോ നെക്സ്റ്റ് ആയിട്ട് ഇത്രയധികം ഫീച്ചേഴ്സ് വരുന്ന സ്മാർട്ട് ഫോണിനകത്ത് പവർ ബാക്കപ്പ് ആയിട്ട് 5800 mAh ബാറ്ററി ബാക്കപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 35 വാട്ട്സിന്റെ വയർഡ് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൺഫേംഡ് അല്ല. അതുപോലെ തന്നെ 6 വാട്ട്സിന്റെ റിവേഴ്സ് വയർഡ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതും വയർലെസ് അല്ല, വയർഡ് ആണ്. സോ അറ്റ് ലാസ്റ്റ് ഇത്രയധികം ഫീച്ചേഴ്സ് വരുന്ന ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 25,000 30,000 രൂപയ്ക്ക് ഇടയ്ക്കായിരിക്കും. അതുപോലെ തന്നെ എക്സ്പെക്ട് ആയിട്ടുള്ള ലോഞ്ചിങ് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും ഒരു സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ 2023 ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ എന്ന് പറയുന്നത്. സോ വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ലെവൽ നെക്ക് ബാൻഡ് ആവശ്യമുണ്ടെങ്കിൽ ലീഫ് എന്ന ബ്രാൻഡ് ഒരു കിടിലം നെക്ക് ബാൻഡ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ വീഡിയോ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ചെക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 1000 രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു പ്രൈസിംഗ് വരുന്നത്. സോ ഇപ്പൊ തന്നെ ചെക്ക് ഔട്ട് ചെയ്യും. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിലും മിച്ച ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.